യേശുവിൽ പ്രിയപ്പെട്ടവരെ, 1980 മുതൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരുപാട് ഇടവകളിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ധ്യാനങ്ങളിലൊക്കെ ഇപ്പോൾ അത്രയധികം അത് കോമൺ അല്ലെങ്കിലും അങ്ങനെയുള്ള ധ്യാനങ്ങളിലൊക്കെ പലപ്പോഴും ആദ്യകാലങ്ങളിൽ നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ളവർ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഞാനൊരു ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ജോണി, 40 വയസ്സ് എനിക്ക് പ്രായമുണ്ട്. ഞാൻ 3ാം ക്ലാസ് മുതൽ മദ്യം കഴിച്ചിരുന്നയാളാണ്. ചാരായം കുപ്പിയിലാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോയി അത് വെള്ളമാണെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുകയും കൈയോടെ അധ്യാപകർ പിടിക്കുകയും അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ എപ്പോഴും പുകവലിക്കുന്നയാളായിരുന്നു. എന്നെ കളിയാക്കി ആളുകൾ പറയാറുണ്ട്, ജോണിയേട്ടൻ എപ്പോൾ നോക്കിയാലും ചുമരിൽ ആണി അടിച്ചത് മാതിരി വായിൽ ഒരു ബീഡിയുമായിട്ടാണ് നിൽക്കുക. ചാരായത്തിനോട് എനിക്ക് ആസക്തിയായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ആർത്തിയായിരുന്നു. ചോറിൽ ചാരായമൊഴിച്ച് കുഴച്ച് തിന്നുക വരെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കാടാണ്. അവിടെ ചാരായം വാറ്റുന്ന ബിസിനസ്സുണ്ട്. സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ നല്ല പണം കിട്ടും എന്ന് മാത്രമല്ല, ഇഷ്ടം പോലെ കുടിക്കാനും കിട്ടും. ആയിരിക്കുന്ന ഇടയിലാണ് ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടായത്. പുതിയ വികാരിച്ചനാണ് ധ്യാനം ഏർപ്പാടാക്കിയത്. അദ്ദേഹം വീടുകളിലേക്കൊക്കെ വന്ന് ഞങ്ങളെ ക്ഷണിച്ചു. കുടുംബസമ്മേളന ഭാരവാഹികൾ രജിസ്ട്രേഷന് വേണ്ടി വന്നു. യാതൊരു ഗതിയുമില്ലാതെ രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല എന്ന് വന്നപ്പോൾ ഭാര്യയുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ധ്യാനത്തിന് പോയതാണ്. വീട്ടിലൊക്കെ എന്നും വഴക്കാണ്. ഞാൻ മദ്യം കഴിച്ച് ചെന്ന് വഴക്ക് കൂടുന്ന ആളായതുകൊണ്ട് എന്നെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഓടി ഒളിക്കും. ധ്യാനത്തിൽ പോയാൽ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിൽ പോരാമെന്ന് വിചാരിച്ചത്. ശരിയാവേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്തായാലും ഞാൻ 9 മണിക്കാണ് ധ്യാന സമയം എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് പള്ളി കാര്യങ്ങളുടെ സമയത്തെക്കുറിച്ച് വലിയ കൃത്യത എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ കൃത്യം 9 മണിക്ക് മുമ്പ് തന്നെ പള്ളിയിലെത്തി. അതൊരു ചതിയായി. കാരണം വളരെ കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ. ഗാനശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പാട്ട് പാടുന്നു, എല്ലാവരും കൂടെ ചേർന്ന് പാടുന്നു. വന്നവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോർജ് കുറ്റിക്കലച്ചൻ വന്നു. അദ്ദേഹം അൾത്താരയിൽ നിന്ന് പള്ളിയിലെത്തിയിരിക്കുന്ന എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി മുന്നിലേക്ക് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊക്കെ മുന്നിലേക്ക് കയറി നിന്നു. ഞാൻ ഏതാണ്ട് പള്ളിയുടെ നടുക്കിലായി. പുറകിൽ പോയി ചുമര് ചാരിയിരുന്നിരുന്ന എനിക്ക് ആവശ്യം വരുമ്പോൾ ഒന്ന് പുറത്തു പോയി വീഡിയോ വലിക്കാമെന്ന വിചാരം ഉണ്ടായിരുന്നു. അതിനി സാധിക്കില്ല എന്ന് മനസ്സിലായി. അച്ഛൻ വചനഭാഗം എടുത്ത് വായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ പ്രഭാഷണം ആരംഭിച്ചത് തന്നെ. ഐസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളാണ് അച്ഛൻ വായിച്ചത്. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി എൻ്റെ ഒഴുകി. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മദ്യം കഴിച്ചതോ പുകവലിച്ചതോ വീട്ടിൽ വഴക്കുണ്ടാക്കിയതോ കൂട്ടുകാരോട് വഴക്കടിക്കാൻ പോയതോ ഒന്നുമല്ല. ദൈവത്തെ അറിയാതെ ഞാൻ ജീവിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞാൻ ജീവിച്ചു. ഇസ്രായേൽക്കാർക്ക് പറ്റിയ അതേ തെറ്റ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കണമെന്ന് ആഗ്രഹിച്ചു. സ്വരമുണ്ടാക്കി കരയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ധാരധാരയായി കണ്ണുനീരൊഴുകുന്നത് അടുത്തുള്ള ചിലർ കാണുകയുണ്ടായി. ഇപ്പോൾ 5 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പിന്നീട് ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, ഞാൻ പുകവലിച്ചിട്ടില്ല. ദൈവത്തെ അറിയുന്നവനായി തുടർന്ന് ജീവിക്കണം എന്ന ആഗ്രഹം നിറവേറാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കൃഷിക്കാരുടെ ഉപമയാണ് വായിച്ചത്.
കൃഷിക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അവിടെ കൂലിക്കാരായി വന്നവരെ തല്ലിയതോ കല്ലെറിഞ്ഞതോ കുറ്റം പറഞ്ഞതോ ഓടിച്ചു വിട്ടതോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ തെറ്റ് അവരുടെ ഉടമസ്ഥനെ അവർ മനസ്സിലാക്കിയില്ല. അവരുടെ യജമാനൻ്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞില്ല. ആ ജോലിക്കാരോടുള്ള കരുതൽ, കൃഷിക്കാരോടുള്ള യജമാനൻ്റെ കരുതൽ എന്താണ് എന്നവർ മനസ്സിലാക്കിയില്ല. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വലിയ ഒരു ഭൂമി തന്നെ ഈ തോട്ടത്തിന് വേണ്ടി അയാൾ ഒരുക്കി. ചുറ്റും വേലി കെട്ടി, മുന്തിരി ചെടികൾ വെച്ചു, മുന്തിരി ചക്ക് സ്ഥാപിച്ചു, ഗോപുരം പണിതു. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഇവരെ വിശ്വസിച്ചു. പാട്ടത്തിന് ഏൽപ്പിച്ചിട്ടാണ് അയാൾ പോയത്. ആ കരുതലോ ആ വിശ്വാസമോ ആ സ്നേഹമോ പരിഗണനയോ അവർ തിരിച്ചറിഞ്ഞില്ല. അതാണ് വാസ്തവത്തിൽ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. മനുഷ്യർക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് അതുതന്നെയാണ്. ദൈവം ദാനമായി തന്നതാണ് ഞങ്ങളുടെ ജീവിതം എന്നവർ മനസ്സിലാക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും, പ്രത്യേകമായി നിനക്ക് എന്ത് മേന്മയാണുള്ളത്? ദൈവം ദാനമായി തന്നതല്ലാതെ നിന്നിൽ എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ഇതൊന്നും ദാനമല്ല എന്ന രീതിയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദൈവം ദാനമായി തന്നതാണ് എൻ്റെ ജീവിതത്തിലെ സർവസ്വവും എന്ന് വിശ്വസിക്കുന്നവൻ്റെ വഴികൾ നന്മയുടെ വഴികളാണ്. എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിത സൗകര്യങ്ങൾ, ഭാര്യ, മക്കൾ, ബിസിനസ്, ജോലി, എനിക്ക് ദൈവം ദാനമായി തന്നതാണ് ഇതെല്ലാം തന്നെ. ഞാൻ ഇതിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. കൃഷിക്കാരത് മറന്നുപോയി. അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. നമുക്കും പലപ്പോഴും സംഭവിക്കുന്ന തെറ്റ് അതുതന്നെയാണ്. അത് മനസ്സിലാക്കാതെ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ നേട്ടത്തിനു വേണ്ടി, നമ്മുടെ ലാഭത്തിനു വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി വഴിവിട്ട് പണിയെടുക്കാൻ തുടങ്ങും. സ്വത്ത് സമ്പാദനത്തിൽ നമ്മൾ വ്യഗ്രത കൊണ്ട് അതിൻ്റെ പിന്നാലെ പായാൻ ആരംഭിക്കും. അതുതന്നെയാണ് കൃഷിക്കാർ ചെയ്തത്. മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ അവർ ആഗ്രഹിച്ചു, സ്വത്ത് കരസ്ഥമാക്കാൻ അവർ ആഗ്രഹിച്ചു. ഈ പ്രവണത നിലനിൽക്കുന്നത് കൊണ്ട് തിമോത്തിയെ വിശുദ്ധ പൗലോസ്ലീഹ ഉപദേശിക്കുന്നുണ്ട്. 1 തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കും. 6-ാമത്തെ അധ്യായം 9-10 വചനങ്ങളിൽ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണികളിലും ജീവിതത്തിൻ്റെ എല്ലാ ദുരാശകളിലും പെട്ട് വ്യാമോഹങ്ങളിൽ നിബദിക്കും. ജീവിതത്തിൻ്റെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും നിബദിക്കും. അവസാനം 10-ാമത്തെ വചനത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഈ കൃഷിക്കാരുടെ തെറ്റ് അതുതന്നെയായിരുന്നു. ചിലപ്പോഴെങ്കിലും നമുക്ക് പറ്റുന്ന തെറ്റ് അതുതന്നെയാണ്. ആ വ്യഗ്രതയുടെ പേരിലാണ് പല പേക്കൂത്തുകൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ഈ സ്വത്ത് കരസ്ഥമാക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് അവർ ചെയ്തത് എന്തൊക്കെയാണ്? കൃഷിക്കാർ അവരെ പോലുള്ള വേറെ തൊഴിലാളികളാണ് അവരുടെ സമീപത്തേക്ക് കടന്നു വന്നത്. അവരെ അവർ അപമാനിച്ചു. ചിലരെ അവർ തല്ലി, വേറെ ചിലരെ അവർ തല്ലിക്കൊല്ലുക തന്നെ ചെയ്തു. ചിലരെ അവർ കല്ലെറിഞ്ഞു. ഏറ്റവും അവസാനം ഉടമസ്ഥൻ്റെ മകനെ തന്നെ അവർ കൊന്നുകളഞ്ഞു. എത്ര തെറ്റുകളാണ് ഈ ചിന്ത കൊണ്ട് അവർ ചെയ്തു കൂട്ടിയത് എന്നത് അതിശയകരമായി തോന്നും. ഇന്നത്തെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷം എന്ന് പറയാൻ തോന്നുകയാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവർ അവരൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. അനുനയിപ്പിക്കാൻ ശ്രമിക്കും. നടന്നില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും. ആവശ്യമെങ്കിൽ തല്ലും, തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ കുത്തിക്കൊല്ലും. അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ ആരെയും കൊല്ലാൻ പോവാറില്ല, സാധാരണഗതിയിൽ അങ്ങനെ തല്ലാനും പോവാറില്ല. പക്ഷേ കല്ലെറിയൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ രീതികൾക്ക് യോജിക്കാത്തവരോട്, നമ്മുടെ അഭിപ്രായത്തിനോട് സഹകരിക്കാത്തവർ, നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നവരെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തും. അവരെ കുറ്റം പറയാൻ തുടങ്ങും, അപഹസിക്കാൻ ആരംഭിക്കും, സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിക്കും.
അതിന് വാട്സപ്പായാലും നോട്ടീസായാലും പോസ്റ്ററുകളായാലും ഫ്ലക്സ് ബോർഡുകളായാലും സ്ഥാപിക്കാനൊരു മടിയുമില്ല. മൈ പാർട്ടി, റൈറ്റ് ഓർ റോങ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ നോക്കാറില്ല എന്നർത്ഥം. പകരം ദൈവപരിപാലനയാണ് എൻ്റെ ജീവിതം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ കാണുന്നത് മുഴുവൻ എന്ന ചിന്തയിലേക്ക് വളരാൻ നമുക്ക് പറ്റിയാൽ അതൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചത്, ഒരാഴ്ചത്തേക്ക് സ്പേസിലേക്ക് പോയതാണ്, തിരിച്ചു വരുന്ന സമയത്ത് പറഞ്ഞത് കേൾക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയാണ് മുഴുവൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ശരിക്കും ദൈവത്തിൻ്റെ പരിപാലനയിലും ദൈവത്തിൻ്റെ പദ്ധതികളിലും നമ്മൾ വിശ്വസിക്കുന്നവരാണോ? ദൈവത്തെ അറിയുന്ന ഒരു ജീവിതം നയിക്കുന്നവരാണോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.